മുഖ്യപ്രഭാഷണം നടത്തി നമ്മെ അഭിസംബോധന ചെയ്യുന്നു ഉസ്താദ് അബ്ദുൾ റഷീദ് സഖാഫി ഏലംകുളം. ആദരങ്ങളോടെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله تعالى وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق. خلق الإنسان من علق. اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. صدق الله مولانا العظيم. نونا للإعراب أو تنوينا مما تضيف حذف كتري سينا. وذي الإضافة اسمها لفظيا وتلك محضة ومعنويا. ആദരണീയരായ ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഇതിൻ്റെ അധ്യക്ഷൻ സയ്യിദ് ഫളൽ ഹുദവി തങ്ങളുടെ അവറുകൾ, ബഹുമാനപ്പെട്ട ഈ വേദിയെ ഉദ്ഘാടനം കൊണ്ട് അനുഗ്രഹിച്ച വന്യരായ മൊയ്‌നലി തങ്ങളുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ടവർക്കും അതുപോലെ മറ്റു പണ്ഡിതന്മാർ, സഹപ്രവർത്തകർ, നാട്ടുകാർ, കൂട്ടുകാർ, സഹോദരിമാർ, ഉമവെങ്ങന്മാർ, മുതഅല്ലിമുകൾ, മാന്യ ശ്രോതാക്കളെ, അല്ലാഹു നമ്മുടെ ഈ ഒത്തുകൂടൽ പാരത്രിക ലോകത്ത് ഉപകരിക്കുന്ന നല്ലൊരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് ജസീഫ് നഈമി അവറുകൾ മുമ്പേ പരിചയമുള്ളവരാണ്. ബഹുമാനപ്പെട്ട ബഖവി ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള ദർസി രംഗത്ത് നിറസാന്നിധ്യത്തോടെ കൂടെ ഉണ്ടാവുകയും അവിടുന്ന് പഠിപ്പിച്ച അതേ പാരമ്പര്യത്തിൽ ഈ വിഷയവുമായി പുരോഗതിയോടുകൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന പണ്ഡിത സുഹൃത്താണ്. അല്ലാഹു എല്ലാ സഅയ്കളും ഖബൂലാക്കുമാറാവട്ടെ. അയ്യദഹുമുല്ലാഹു ബിറൂഹിൽ ഖുദൂസ്. ഇൽമ്, നോളേജ് ഓർ എഡ്യൂക്കേഷൻ ഒരു വ്യക്തിയുടെ മൂല്യം നിർണയിക്കുന്നതിൽ
വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഏകകോശ ജീവിയായ അമീബ മുതൽ കോടിക്കണക്കിന് ജീവജാലങ്ങൾ ഈ ലോകത്ത് ഉണ്ട്. വിശുദ്ധ ഖുർആനിൽ 28 ജീവികളെ പരാമർശിക്കുന്നുണ്ട്. ഔഹാ റബ്ബുക, റബ്ബ് വഹി അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തേനീച്ച എന്ന് പറയുന്ന ജീവിയെ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. സൂറത്തുൻ നംല്, ജന്തുലോകത്തെ വിസ്മയങ്ങളിൽ ലോകത്ത് ഏറ്റവും പവറുള്ള ജീവി എന്ന പേരിൽ അറിയപ്പെടുന്ന ഉറുമ്പ് പരാമർശിക്കപ്പെടുന്നുണ്ട്. കരയിൽ നാം കാണുന്ന ജീവജാലങ്ങളിലെ ഏറ്റവും വലിയ ജീവിയായ ആന വിശുദ്ധ ഖുർആനിലെ പ്രതിപാദ്യ വിഷയമാണ്. കാട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്ന സിംഹം ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പല ജീവജാലങ്ങളും ഉണ്ടെങ്കിൽ ഈ ജീവികളൊന്നും ഒരു മുട്ടുസൂചി പോലും കണ്ടുപിടിച്ചിട്ടില്ല. ഒരു ജീവിയും ഒരു കിതാബിൻ്റെ ഒരു വരി എഴുതിയിട്ടില്ല. കുറച്ച് ദിവസം മുമ്പ് ഒരാൾ പറഞ്ഞു 24 ഭാഷ സംസാരിക്കുന്ന ആമയുണ്ട് ഗുജറാത്തിൽ. 24 ഭാഷ സംസാരിക്കുന്ന ആമ ഗുജറാത്തിലുണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയെ ചോദ്യം ചെയ്തപ്പോൾ ആമ പാണ്ഡെ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, ഒരു മനുഷ്യനെ കുറിച്ചാണ്. കാരണം സാധാരണ ആമ സംസാരിക്കാറില്ല. അങ്ങനെ പല സംഭവങ്ങളും നാം കാണുന്നുണ്ട്. എന്നാൽ മനുഷ്യർ, ഹ്യൂമൻ തിങ്കിങ് പവർ, മനുഷ്യർക്കുള്ള ചിന്താശക്തി എന്ന് പറയുന്നത്, ഹ്യൂമൻ ബ്രെയിൻ പവർ, മനുഷ്യരുടെ തലച്ചോറ് എന്ന് പറയുന്നത് അതൊരു സംഭവമാണ്. വിശുദ്ധ ഖുർആൻ 3,40,740 അക്ഷരങ്ങളാണ്. 3,40,740 അക്ഷരങ്ങൾ അഥവാ ബൈറ്റ്, കമ്പ്യൂട്ടർ ഭാഷയിൽ പറഞ്ഞാൽ. അങ്ങനെയുള്ള ഖുർആൻ അതുപോലെ 806,70,86,545 പുസ്തകങ്ങൾ ഉണ്ടെന്ന് വെക്കുക. ഖുർആനിൻ്റെ എത്ര അക്ഷരങ്ങളുള്ള, അത്ര വേടുകളുള്ള, അത്ര ഖനമുള്ള 806,70,86,545 ബുക്ക് മനഃപ്പാഠമാക്കാനുള്ള പവർ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ആ നൽകിയത് കൊണ്ടാണ് യർഫഉല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്ത് വലിയ സ്ഥാനം നൽകി പരിഗണിക്കുന്നത്, ഈ ലോകത്ത് ഏറ്റവും വലിയ ഉന്നത വ്യക്തിത്വങ്ങളായി പറയുന്നത്, ലോകത്ത് വിജയത്തിൻ്റെ ഉത്തുംഗതയിലെ ഉന്നതിയിലേക്ക് ഉയർത്തപ്പെടുന്നത്, അപജയത്തിൻ്റെ ആഴിയിലേക്ക് ആണ്ടിറങ്ങാതിരിക്കാൻ ഒരു വ്യക്തി ജീവിതത്തിൽ മുൻകരുതലോടുകൂടെ സ്വായത്തമാക്കേണ്ടത് അത് വിവരമാണ്, അറിവാണ്. ആ അറിവ് ബിൽ ജർരി വത്തൻവീനി വന്നീദാവ അൽ വമുസ്നദിൽ ലിസ്മി തമ്മീസുൻ ഹസൽ. ഒരുപാട് ഗുണങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ഒരുപാട് ഗുണങ്ങളെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ഒരുപാട് മേഖലകളിലൂടെ പ്രവർത്തനം സജീവമാക്കുകയും ജീവിതത്തിലെ കൃത്യമായ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള ബോധത്തോടുകൂടെ ബോധ്യപ്പെടുകയും
അതോടുകൂടെ എല്ലാ മേഖലകളിലും വിജയിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ട ഒന്നാണ് അറിവ്. ആ അറിവ് എന്ന് പറയുന്നത് നോളജ് ഈസ് എ ഡ്രോപ്പ്. അറിയുന്നത് ഒരു തുള്ളിയാണ്, അറിയാത്തതൊരു സമുദ്രമുണ്ട്. കാരണം ഒരുപാട് വിഷയങ്ങൾ ഒരു മതവിദ്യാർത്ഥിയെപ്പോലെ ഉണ്ടെങ്കിൽ ഒരു ദർസി വിദ്യാർത്ഥിക്ക് ഇവിടെയുള്ള ഒരു ഭൗതിക വിദ്യാഭ്യാസം മാത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെപ്പോലെ പഠിച്ചാൽ പോരാ. A+B+C ഡിവൈഡ് ബൈ 2 സമം SS-A ഇൻറ്റു S-B S-C എന്നുള്ള ആ ഒരു ഫോർമുല പഠിച്ചാൽ പോരാ, പല കാര്യങ്ങളും പഠിക്കാനുണ്ട്. ഇവിടെ ഭൗതിക കോളേജുകളിലും കലാലയങ്ങളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തുന്ന ടെക്സ്റ്റുകൾ പഴയകാല അയിമ്മത്തിൻ്റെ സംഭാവനകളാണ്. ഒരു മെഡിക്കൽ വിദ്യാർത്ഥി പ്രധാനമായും റെഫർ ചെയ്യുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മെഡിസിൻ വാല്യങ്ങളുള്ള ആ ബുക്ക് അൽ ഖാനൂൻ ഫി തിബ്ബ് എന്ന കിതാബിൻ്റെ ട്രാൻസ്ലേഷനാണ്. സ്കൂളിൽ റൈറ്റ് സഹോദരന്മാർ ഫ്ലൈറ്റ് കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ ഏവിയേഷൻ ടെക്നോളജി ആൻഡ് സൊല്യൂഷൻസ് അതാരാണ്? അബൂബക്കർ റാസി എന്ന് പറയുന്ന പണ്ഡിതനാണ് അതിൻ്റെ അടിസ്ഥാന തത്വം പോകുന്നത്. ബൃഹത് കോണും ന്യൂനകോണും മട്ടകോണും അതുപോലെയുള്ള കോണുകളെ കുറിച്ച് പഠിക്കുമ്പോൾ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗിൻ്റെയും ബിടെക്കിൻ്റെയും അടിസ്ഥാന തത്വങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ രൂപം പോകുന്നത് ഇബ്നുൻ നഫീസ് എന്ന് പറയുന്ന പണ്ഡിതനിലേക്കാണ്. ഒരു സർജൻ സർജറിക്കായ ആവശ്യമായ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ ഇബ്നുൽ ഖഫ് എന്നവരുടെ കിതാബുൽ ജറാഹ എന്ന കിതാബിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഇവിടെയുള്ള മെഡിക്കൽ വിദ്യാർത്ഥികളാവട്ടെ, എഞ്ചിനീയറിംഗ് മേഖലയിലുള്ളവരാവട്ടെ, അല്ലാത്ത മേഖലകളിലുള്ളതാവട്ടെ, ഇന്ന് AI അത് സ്ട്രോങ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആവട്ടെ, വീക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആവട്ടെ, ഏത് സംഭവവും പോകുന്നതിൻ്റെ അടിസ്ഥാന തത്വം അത് കഴിഞ്ഞുപോയ ഉലമാക്കളിലേക്കാണ്. എന്തുകൊണ്ട്? അവർ കൃത്യമായി അള്ളാഹു കൊടുത്ത ആ ദിശനയെ ഉപയോഗപ്പെടുത്തി എന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടതെന്താണ്? നമ്മുടെ ഈ ഭൗതിക ലോക ജീവിതത്തിൽ ശരീരമെന്ന വാഹനത്തിൽ ആത്മാവിനെയും വഹിച്ചുകൊണ്ട് പോകുമ്പോൾ വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, പ്രതിസന്ധിയില്ലാത്ത പ്രയാസമില്ലാത്ത ലോകത്തേക്ക്, സന്തോഷത്തോടെ മരണമില്ലാത്ത ഒരു ലോകത്ത് ജീവിക്കാൻ നാം ഉപയോഗപ്പെടുത്തേണ്ടത് ഈ ഭൗതിക ലോകത്ത് ഇൽമാണ്. മൻഫീ ത്വരീഖിൻ ലിതഅല്ലുമി യസ്ലുകു വഇലൽ ജിനാനി ലഹു തരീഖുൻ സുകിലാ. ഈ വാനലോകത്തുള്ള മലായികത്തുകൾ, ഭൂമി ലോകത്തുള്ള പറവകളും മുറുമ്പുകളും വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും ഇന്നല്ലിലാഹ വഅഹ്ല കുല്ലി സമാഇഹി വല്ലർദി ഹത്തൽ ഹൂതി മഅനം ലിൽ ഫലാ കുല്ലു യുസല്ലി യാ ഹബീബു അലല്ലദി ഖദ് അല്ലമൽ ഖൈറൽ ഉനസ മുഹസ്സിലാ. എല്ലാവരും ഇൽമ പഠിക്കുന്ന, അറിവ് പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി ദുആയിരക്കുന്നു. എന്തുകൊണ്ട്? അറിവാണ് ഈ ലോകത്തെ നയിക്കുന്നത്. ഏതൊരു മേഖല എടുത്താലും, ഇപ്പോൾ ഞാൻ കെട്ടിയ ഈ സ്മാർട്ട് വാച്ച് അത് കുറേ ആളുകളുടെ അറിവുകൾ കൂടിയതാണ്. ഈ മൈക്ക് അത് ഒരുപാട് ആളുകളുടെ അറിവുകൾ കൂടിയതാണ്. ആ ലാപ്പാവട്ടെ, മൊബൈലാവട്ടെ, ഈ സംവിധാനങ്ങളൊക്കെ പല പല അറിവുകൾ സംയോജിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ നിലനിൽപ്പ് അറിവ് ആവശ്യമാണ്, വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ലോകം അവരെ നമിക്കുന്നു. ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചു. ആ സൃഷ്ടിച്ച വിവരം ലോകത്തെ പഠിപ്പിച്ചു. ആദം നബിയുടെ ഒരു വിശേഷണമായി പറഞ്ഞത് ഹൈറ്റല്ല,
ആദം നബി അലൈഹിസ്സലാമിന് 60 മുഴം അഥവാ 27.8 മീറ്റർ ഹൈറ്റ് ഉണ്ടായിരുന്നു ആദം നബിക്ക്. ആ ഹൈറ്റിൻ്റെ വിഷയമല്ല പറഞ്ഞത്, മറിച്ച് വഅല്ലമ ആദമൽ അസ്മാ, ആദം നബി അലൈഹിസ്സലാം എഡ്യൂക്കേറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് അവിടുത്തെ നോളേജ് മാനിച്ചുകൊണ്ട് നിങ്ങൾ ആദരിക്കണേ എന്ന് സീനിയോരിറ്റിയുള്ള മലക്കുകളോട് പറയുകയാണ്. ആദം നബി വന്നുപോയിട്ട് 10,000 കൊല്ലമേ ആയിട്ടുള്ളൂ. എന്നാൽ നബി തങ്ങൾ വരുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ വയസ്സ് 490 കോടി വയസ്സുണ്ട്. മീകായിൽ അലൈഹിസ്സലാമിന് അതിൻ്റെ ഇരട്ടി വയസ്സുണ്ട്. ആ ഇരട്ടി വയസ്സുള്ള സീനിയോരിറ്റിയുള്ള മലക്കുകളോട് അള്ളാഹുവിൻ്റെ നിർദ്ദേശം ഉസ്തുജൂദി ആദമ, ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാനാണ്. എന്താ കാരണം? ആദം നബി അലൈഹിസ്സലാം അറിവാർജിച്ചവരാണ് എന്നതാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വുളൂഓടുകൂടെയാണ് പള്ളിയിലേക്ക് പോവാറുള്ളത്. ഒരാൾ വുളൂഓടുകൂടെയാണ് പള്ളിയിലേക്ക് പോകുന്നത് എങ്കിൽ ഓരോ ചുവടിനും ഓരോ ഹജ്ജിന് ഇഹ്റാം കെട്ടിയവൻ്റെ പ്രതിഫലമാണ് എന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി. എന്താണ് ഹജ്ജിന് ഇഹ്റാം കെട്ടിയവൻ്റെ ചുവടിൻ്റെ പ്രതിഫലം? എന്താണ്? കതബഹുല്ലാഹു ലഹു ബികുല്ലി ഖദമിൻ ഇബാദത സന, ഒരു ചുവടിന് ഒരു കൊല്ലത്തെ ഇബാദത്ത് രേഖപ്പെടുത്തപ്പെടുന്ന സംഭവമാണ് എങ്കിൽ അങ്ങനെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പോകുമ്പോഴാണ് അന്നുള്ള ഏറ്റവും വലിയ ആദർശ വിരോധിയുടെ പ്രഹരമേറ്റുകൊണ്ട് നെറ്റിത്തടത്തിലേക്ക് വാളുകൊണ്ടുള്ള വെട്ടേറ്റുകൊണ്ട് അവിടുന്ന് താഴെ വീഴുന്നത്. ബോധരഹിതനായവരെ വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ പ്രിയപ്പെട്ട പിതാവിന് പിണഞ്ഞ അപകടത്തിൽ ആശങ്കയോടുകൂടെ ദുഃഖിതനായി കണ്ട ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് പ്രിയപ്പെട്ട പിതാവ് പറഞ്ഞത്, മോനെ, ലാ ഗിനാകൽ ഇൽം വലാ ഫഖറകൽ ജഹൽ വലാ ലദ്ദത ഫിൽ ഐശി ഇല്ലാ ബിഹുസ്നിൽ ഖുൽഖ് വലാ വഹ്ശതകൽ ഉജബ്. 4 സന്ദേശമാണ് ദേഹത്ത് നിന്ന് പിരിയുന്നതിൻ്റെ മുമ്പ് ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ കൺമറയുന്നതിൻ്റെ മുമ്പ് ഈ ലോകത്തോട് പറഞ്ഞതെങ്കിൽ ഇവിടെയുള്ള ഏറ്റവും വലിയ സമ്പാദ്യം അറിവാണ് എന്നാണ്. കാരണം ദി കോസ്റ്റ്ലി പ്രൊഡക്റ്റ് ഇൻ ദി വേൾഡ്, ലോകത്തെ ഏറ്റവും നല്ല സംഭവം ഏതാണ്? ഏറ്റവും വലിയ സംഭവം ആൻറ്റിമേറ്റർ. 1 ഗ്രാമിന് 5000 ലക്ഷം കോടി രൂപ വിലയുണ്ട്. 16ാം സ്ഥാനമാണ് ഗോൾഡിനുള്ളത്. ഗോൾഡിന് പൈസ കൂടും, ചില സമയത്ത് കുറയും. പുരപ്പണിയൊക്കെ എടുക്കാനുള്ള ആളുകൾ ഭാര്യൻ്റെ സ്വർണ്ണം വിൽക്കണം എന്നുള്ള ആൾക്കാർക്ക് കൂടാൻ വേണ്ടിയിട്ടാണ് ദ്വാരിക്കുക. മഹർ വാങ്ങണമെങ്കിൽ ഒന്ന് കുറഞ്ഞു കിട്ടട്ടെ എന്ന് ചിന്തിക്കുന്ന ആൾ കുറയട്ടെ എന്ന് ദ്വാരിക്കും. 2 ദ്വയം തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ ഗ്രേഡ് അനുസരിച്ച് ചില ദിവസം കൂടും, ചില ദിവസം കുറയും, സ്വാഭാവികമാണ്. ഇപ്പോൾ ഡിജിറ്റൽ ഗോൾഡ്, ഫിസിക്കൽ ഗോൾഡ്, ഗോൾഡ് ബോണ്ട്, പേപ്പർ ഗോൾഡ്, പല വിധത്തിലുള്ള സംഭവങ്ങളുണ്ട്. ഡിജിറ്റൽ അസറ്റ് പല സംഭവങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. 16ാമത്തെ സ്ഥാനമാണ് ഗോൾഡിനുള്ളത്. തൊട്ടുമേലെ അൽമാസുൽ അഹ്മർ, റെഡ് ഡയമണ്ട് എന്ന് പറയുന്നതാ. 1 ഗ്രാമിന് 7.5 ലക്ഷമാണ് ഇന്നത്തെ വാല്യൂ. അതിൻ്റെ അപ്പുറത്ത് വേറെ ചില സംഭവങ്ങളുണ്ട്. കാലിഫോർണിയം 1 ഗ്രാമിന് 2.2 കോടി വില, 220 കോടി രൂപ വിലയുള്ള സംഭവമുണ്ട്. അതാണ് അമേരിക്ക, ഇസ്രായേൽ പോലെയുള്ളവർ പ്രധാനമായും അവരുടെ ഏറ്റവും വലിയ ഫ്ലൈറ്റിൽ ഉപയോഗപ്പെടുത്തുന്നൊരു സംഭവമാണ്. അങ്ങനെ പല സംഭവങ്ങളിൽ ലോകത്തുണ്ട്. അങ്ങനെ പല 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 കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതൊന്നുമല്ല ലോകത്ത് ഏറ്റവും വലുത് അറിവാണ്. കാരണം ഈ സമ്പാദ്യം ഉള്ളത് കൊണ്ടൊന്നും ഒരാൾ രക്ഷപ്പെട്ടുകൊള്ളണം എന്നില്ല. വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, കിട്ടിയത് കൊണ്ട് സ്വർഗം വാങ്ങിക്കാൻ കഴിയുക എന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ടാണ് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ, വൈജ്ഞാനിക പട്ടണത്തിൻ്റെ കവാടമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഈ ലോകത്തോട് വിട പറയുന്നതിൻ്റെ മുമ്പ് ലോകത്തിൻ്റെ മുമ്പിലെ
ഏറ്റവും അവസാനത്തെ ലാസ്റ്റ് മെസ്സേജായി പറഞ്ഞത് ലാഗിനങ്കൽ ഇൽമ്, അറിവ് പോലെ ഇൽമ് പോലെ ഒരു വലിയ സമ്പാദ്യം ലോകത്തില്ല എന്നതാണ്. കാരണം ഈ ലോകം നിലനിൽക്കണമെങ്കിൽ അറിവ് വേണം എന്നതാണ്. വലാ ഫഖറക്കൽ ജഹിൽ, ഈ ലോകത്തെ ഏറ്റവും വലിയ നഷ്ടം സാമ്പത്തികമായ നഷ്ടമല്ല, നേരെ മറിച്ച് ഏറ്റവും വലിയ നഷ്ടം അജ്ഞതയാണ്. അതുകൊണ്ട് ഇൽമ് പഠിക്കുകയും പഠിപ്പിക്കുകയും നിലകൊള്ളുകയും ചെയ്യുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിനു വേണ്ടിയാണ് നിലകൊള്ളേണ്ടത്. ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞതായി പണ്ഡിതന്മാർ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. കുൻ ആലിമൻ, നീ ഇൽമുള്ളവനാവുക. അറിവ് എവിടുന്ന് കിട്ടിയാലും അത് അൽ ഹിക്മത്തു ളാല്ലത്തുൽ മുഅ്മിൻ, ഒരു വിശ്വാസിക്ക് കളഞ്ഞുപോയ മുത്താണ് അറിവ്. എവിടുന്ന് കിട്ടിയാലും അത് പെറുക്കിയെടുക്കുക എന്ന് ലോകൈക ഗുരു സയ്യിദുൽ വജൂദ് സാദിഖുൽ മസ്തൂഖ് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടാണ് കഴിഞ്ഞുപോയ കാല പണ്ഡിതന്മാർ ഏത് പ്രതിസന്ധികളെയും അവസരങ്ങളായി കണ്ടത്. എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും അവർ അവസരങ്ങളായി കണ്ടു. ഇബ്നുൽ അസീർ എന്ന് പറയുന്ന പണ്ഡിതനെ അന്നുള്ള ഭരണാധികാരി പൊട്ടക്കിണറ്റിലേക്ക് എറിഞ്ഞ് 3 കൊല്ലമാണ് അതിൽ തടവിൽ വെച്ചത്. ആ കിണറ്റിൽ എറിയപ്പെട്ടതിൻ്റെ ശേഷമാണ് ഇബ്നുൽ അസീർ എന്ന് പറയുന്ന പണ്ഡിതൻ ഈ ലോകത്തോട് വിട പറയുന്നത്. സിവിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല, ഒരാളെയും ദ്രോഹിച്ചിട്ടില്ല, ഒരാളെയും ആക്രമിച്ചിട്ടില്ല. ഇലാഹായ റബ്ബുൽ ഇസ്സത്തിന്റെ ദീനിന് വേണ്ടി പ്രയത്നിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം ബഹുമാനപ്പെട്ടവർ ക്രൂശിക്കപ്പെട്ടു. അവസാനം അവിടുന്ന് പിടിക്കപ്പെട്ടു. അവിടുത്തോട് പറഞ്ഞു, നിങ്ങളെ പൊട്ടക്കിണറ്റിലേക്ക് എറിയപ്പെടുകയാണ്. എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടോ? അനി റിക്വസ്റ്റ്, എന്ത് വിഷയമുണ്ടോ പറയാം, അവസാനത്തെ ആഗ്രഹം ഉണ്ടോ? അവിടുന്ന് പറഞ്ഞു, എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾക്ക് സാഹചര്യം പറ്റുകയാണെങ്കിൽ എനിക്ക് കുറച്ച് തുണിക്കഷ്ണിട്ട് തന്നാൽ മതിയാണ്. അങ്ങനെ കുറച്ച് തുണിക്കഷ്ണം ഇട്ടുകൊടുത്തു, വലിയ ഭാണ്ഡമാക്കിയിട്ട് അത് കിണറ്റിലേക്ക് എറിഞ്ഞു. ബഹുമാനപ്പെട്ടവരെ നേരെ തള്ളിയിടുകയാണ്. 3 കൊല്ലം കഴിഞ്ഞ് അവിടുന്ന് വഫാത്തായി ജനാസ പുറത്തെടുത്തപ്പോൾ ആ തുണിയിൽ നിറയെ എഴുത്തായിരുന്നു. ആ എഴുത്താണ് അന്നിഹായ ഫി ഗരീബിൽ ഹദീസ് എന്ന കിതാബ്. ആ എഴുത്താണ് അൽ-ലുബാബ് ഫി തഹ്ദീബിൽ അൻസാബ് എന്ന കിതാബ്. ബഹുമാനപ്പെട്ടവർ പൊട്ടക്കിണറ്റിലെ ജീവിതത്തിൽ എഴുതിയതാണ്. പ്രതിസന്ധികളെ അവസരങ്ങളായി കാണാം. ഇപ്പോൾ കൊറോണ കാലത്ത് വലിയ പ്രതിസന്ധി വന്നു, ഭയങ്കര അവസരങ്ങളായി കാണു. അന്ന് ഏറ്റവും കൂടുതൽ പീഡനം ഏറ്റുവാങ്ങിയത്, ഞാൻ നാളെ വാട്സപ്പ് ഇങ്ങനെ മുത്താല ചെയ്തപ്പോൾ അതിൽ കാണാൻ കഴിഞ്ഞത് ചക്കക്കുരു ആണെന്നാണ്. ചക്കക്കുരു കൊണ്ട് 20 തരം വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള ആ ഒരു ഇൽമ് ഈ ലോകത്ത് വ്യാപിച്ചത് കൊറോണ കാലത്താണ്. അഥവാ നമ്മൾ സ്ത്രീകളൊക്കെ ആ ഒരു പ്രതിസന്ധിയെ അവസരമായി കണ്ടു. അതുകൊണ്ട് മേലാൽ ഒരാളും ചക്കക്കുരുവിൻ്റെ ഗീബത്ത് പറയരുത്, ഇന്ത സുജൂദിയും ബുദ്ധിമുട്ടിക്കും ഗുരു എന്നൊന്നും പറഞ്ഞു പോകരുത്. ഏറ്റവും നല്ല പ്രൊഡക്റ്റാണ്, ഏറ്റവും നല്ല ഫുഡാണ്, അതുപോലുള്ള പല സംഭവങ്ങളുമാണ്. ബഹുമാനപ്പെട്ട ഇമാം സറഖ്സി റളിയല്ലാഹു അൻഹു ഹനഫി മദ്ഹബിലെ ആധികാരിക പണ്ഡിതനാണ്. ആ ആധികാരിക പണ്ഡിതനായ ബഹുമാനപ്പെട്ട സറഖ്സി എന്ന് പറയുന്ന ആ വലിയ മഹാൻ കിതാബുൽ മബ്സൂത്ത് എന്ന 15 വാല്യങ്ങളുള്ള ഹനഫി മദ്ഹബിലെ ഏറ്റവും പ്രധാനപ്പെട്ട കിതാബ് രചിക്കുന്നത് പൊട്ടക്കിണറ്റിലാണ്. ആ നിലക്കായിരുന്നു അവിടുത്തെ അവസ്ഥ. അങ്ങനെ കിണറ്റെറിയപ്പെട്ടിട്ടും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, എല്ലാ കാര്യങ്ങളെയും പ്രതിസന്ധികളെയും അവസരങ്ങളായി കാണുക എന്നതാണ്. അതാണ് കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള ആളുകളിൽ നിന്ന് നമുക്ക് മാതൃകയാക്കാനുള്ളത്. അതുകൊണ്ട് കുൻ ആലിമൻ, അറിവ് പഠിക്കുക, അന്വേഷിച്ചു കൊണ്ടേയിരിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക. സാധാരണ നമ്മൾ ഒരു സ്കൂളിൽ ഒരു SSLCക്കോ +1നോ +2കോ പഠിക്കുമ്പോൾ നമ്മൾ എക്സാം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പഠിക്കുന്നതെങ്കിൽ ഇതൊരിക്കലും അങ്ങനെയല്ല. ഇത് നമ്മുടെ ലൈഫാണ്, നമ്മുടെ ജീവിതമാണ്, പരലോകത്തേക്കുള്ള പ്രയാണ യാത്രയ്ക്കുള്ള എനർജിയാണ്.
അതുകൊണ്ട് തന്നെ ഫത്ഹുൽ മുഈൻ ഓതുമ്പോൾ ആദ്യ പേജിൽ തന്നെ അവിടെ ഹിസ്റ്ററി പഠിക്കേണ്ടി വരികയാണ്. അടുത്ത പേജ് വരുമ്പോൾ ജോഗ്രഫി പഠിക്കേണ്ടി വരികയാണ്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ വിഷയം വരുമ്പോൾ PH ലെവൽ പഠിക്കേണ്ടി വരികയാണ്. യവമാനവും അങ്കുലമാനവും പഠിക്കേണ്ടി വരികയാണ്. അതുപോലെ തന്നെ റെക്റ്റാങ്കിളും സ്ക്വയറും അതുപോലെയുള്ള വിഷയങ്ങൾ പഠിക്കേണ്ടി വരികയാണ്. ഖിബല പഠിക്കുമ്പോൾ സൈൻ, കോസ്, ടാൻ, നമ്മൾ സ്കൂളിൽ പഠിച്ച 9-ൽ പഠിച്ച 10-ൽ പഠിച്ച 8-ൽ പഠിച്ച ടാൻ, കോസ്, സൈൻ, അത് ഖിബല ഡയറക്ഷൻ്റെ വിഷയം ഫോർമുല പഠിക്കുമ്പോൾ പഠിക്കേണ്ടി വരികയാണ്. അങ്ങനെ ഫറായില് അനന്തരാവകാശ ദായക്രമ വ്യവസ്ഥ പറയുമ്പോൾ അവിടെ നോർമൽ സർവേയും ട്രയാങ്കിൾ സർവേയും ടേബിൾ സർവേയും അതുപോലെയുള്ള വിഷയങ്ങൾ പഠിക്കേണ്ടി വരികയാണ്. ഒരു കച്ചവടത്തിൻ്റെ വിഷയം വരുന്ന സമയത്ത് ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ വിധി എന്താണ്, അതുപോലെ ഡിജിറ്റൽ കറൻസിയുടെ വിധി എന്താണ്, ഇന്നുള്ള ബിസിനസ്സുകളുടെ വിധി എന്താണ്, MLM-ൻ്റെ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ വിഷയം എന്താണ്, റോബോട്ടിക് ട്രേഡിങ്ങിൻ്റെ വിഷയം എന്താണ്, അങ്ങനെ കുറേ വിഷയങ്ങൾ പഠിക്കേണ്ടി വരികയാണ്. അങ്ങനെ മതം പഠിക്കുന്ന നമ്മുടെ പള്ളികളുടെ ചുമരുകൾക്കുള്ളിൽ വെച്ച് തലപ്പാവ് ധരിച്ചുകൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ കേവലം അവർ പഠിക്കുന്നത് നിസ്കാരത്തിൻ്റെ ഫർളോ ഷർത്തോ മാത്രമല്ല, ഓരോ പദങ്ങളും വലിയ വലിയ വിഷയങ്ങളുടെ വലിയ സംഭവങ്ങളാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അന്വേഷണം കുൻ ആലിമ. അല്ലാഹുവിൻ്റെ റസൂൽ എവിടുന്ന് പറഞ്ഞു ഔ മുതഅല്ലിമാ, അതുണ്ടെങ്കിൽ നീ ഇൽമിനെ അല്പാൽപ്പം ഘട്ടം ഘട്ടങ്ങളായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവനാവണം. ഏത് മേഖലകളിലൂടെയാണോ അറിവ് കിട്ടുന്നത് എങ്കിൽ അത് പഠിക്കണം. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു 6 മാസത്തോളം മൃഗങ്ങൾക്ക് പോലും പോവാൻ കഴിയാത്ത ദുർഘട വഴി എല്ലാം താണ്ടിക്കൊണ്ട് 6 മാസത്തോളം ബഹുമാനപ്പെട്ടവർ അറിവ് പഠിക്കാൻ വേണ്ടി യാത്ര ചെയ്തു. ഒരു ഹദീസിന് വേണ്ടി. ആ ഹദീസിലുണ്ടായിരുന്നു പ്രധാനപ്പെട്ട എല്ലാ മൂല്യങ്ങളും. ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും അവിടുത്തെയും ഇടയിൽ ചുരുങ്ങിയ പരമ്പര മാത്രമുള്ള ഒരാൾ കിട്ടണം എന്ന നിലക്ക് പോയപ്പോൾ അത് ഉള്ളത് ഇന്നാലിന്ന സ്ഥലത്താണ് എന്നറിയണം. ബക്കറ്റ് പോകുന്നുണ്ട്, ഇൻഷാ അല്ലാ കാര്യമായി കൊണ്ട് തന്നെ സഹായിക്കുക. പൈസ ഇടുന്ന സമയത്ത് ഖബറിൽ നമ്മളെ കൂടെ തുണ നിൽക്കാൻ പറ്റണ നല്ല നോട്ടിടുക. ചിലപ്പോൾ ബക്കറ്റൊക്കെ ഇങ്ങനെ എണ്ണുമ്പോൾ റിസർവ് ബാങ്ക് 10-ൻ്റെ ഓട്ടേ അടിച്ചിട്ടുള്ളൂ തോന്നലുണ്ട്. അങ്ങനെയല്ല, ഇവിടെയുള്ള ആളുകളൊക്കെ ദർസിനും അതുപോലുള്ള വിഷയങ്ങളൊക്കെ എല്ലാ നിലക്കും സഹകരിക്കുന്ന ആളുകളാണെന്ന് അറിഞ്ഞു. അള്ളാഹു കബൂലാക്കട്ടെ. എന്താ എന്നാ ആമീൻ. അള്ളാഹു കബൂലാക്കട്ടെ. ഹൈവ സ്പോട്ടിൽ വേണം. ഒന്നാളൊരു വയലിൽ ജോലിയിൽ വർക്കത്തുണ്ടാകാൻ വേണ്ടി വരുന്നപ്പോൾ ആൾക്കാർ ആമീൻ പറയണില്ല. അപ്പോൾ എന്തേന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് ഈ കബർ വെച്ചാൽ അത്ര ജോലി, അയാളുടെ ജോലിയിൽ വർക്കത്തുണ്ടായ നാട്ടുകാർ മരിച്ചു എന്ന വെപ്പ്. അപ്പം അങ്ങനെയല്ല, അയാൾക്ക് വേണ്ട വർക്കത്ത് അള്ളാഹു എല്ലാവർക്കും ഹൈർ പ്രദാനം ചെയ്യട്ടെ. സ്ത്രീകളുടെ ഭാഗത്തേക്കും എല്ലാ ഭാഗത്തേക്കും ഇൻഷാ അല്ലാ കൂടുതലൊന്നും പറയുന്നില്ല, ഇൻഷാ അല്ലാ അപ്പം നിൽക്കും. അപ്പോൾ പറഞ്ഞു വന്നത്, ഓരോ ഘട്ടങ്ങളിലും ഓരോ വിഷയങ്ങളും പഠിച്ചുകൊണ്ടേയിരിക്കുക, അന്വേഷിച്ചു കൊണ്ടേയിരിക്കുക. അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് ഒരു സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ സ്മാർട്ട്നെസ്, നല്ല ദക്കാ ഉള്ള ബുദ്ധിയുള്ള, ട്രൂത്ത്ഫുൾ സത്യസന്ധതയുള്ള, ഡിസിപ്ലിൻ നല്ല അച്ചടക്കമുള്ള, യുണൈറ്റഡ് നല്ല ഐക്യബോധമുള്ള, നല്ല ആത്മാർത്ഥതയുള്ള, ടൈമിംഗ് തൂലു സമാൻ ഉള്ള നല്ലവരായിരിക്കണം എന്നതാണ്. അതുകൊണ്ട് തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അത് നമ്മുടെ ജീവിതത്തിലൊക്കെ വേണം. ഒരു റമദാനിൽ അല്ലാത്ത കാലത്തും വെള്ളിയാഴ്ച പള്ളിയിലെ ഖതീബ് ഉസ്താദ് സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം പഠിക്കാണ്ടല്ലോ എന്ന നിലയ്ക്ക് നമ്മളത് കേൾക്കുക. അറിയുന്നതാണെങ്കിലും അവിടെ നിന്ന് ഇരുന്നു കൊടുക്കുക. അതൊരു സംഭവമാണ്. അതാണ് ഔ മുസ്തമിയ ഔ മുഹിബ്ബൻ, ഇൽമിനെ സ്നേഹിക്കുന്നവരാവുക, ഇഷ്ടപ്പെടുന്നവരാവുക. ആ നിലക്ക് അറിവിനെ ഇഷ്ടപ്പെടുകയും അവർക്ക് വേണ്ടിയുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യുക എന്നത് വലിയ സംഭവമാണ്. അൽഹംദുലില്ലാഹ്, ഈ നാട്ടുകാരതിന് നല്ല മാതൃകയാണ്.
പ്രിയപ്പെട്ട ഉമ്മമാരെ, മുതഅല്ലിമുകൾ നമ്മുടെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് വരുമ്പോൾ, അതുപോലെ മറ്റു അതിഥികൾ വരുമ്പോൾ, അത് നമ്മുടെ വീട്ടിൽ വലിയ ബറക്കത്താണ്. ഇൽമിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി ചെയ്യുന്നത് വലിയ സംഭവമാണ്. ഡൽഹി രാജ്യം ഭരിച്ചിരുന്നൊരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അയാളുടെ പേര് മഹ്മൂദ് എന്നാണ്. 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചവരാണ്. ആ മഹ്മൂദ് എന്ന് പറയുന്നത് സുബ്തക്കീൻ എന്ന് പറയുന്ന അവരുടെ പിതാവായ ഭരണാധികാരിയുടെ മകനാ. മഹ്മൂദ് ബിൻ സുബ്തക്കീൻ എന്നാണ് പറയാറുള്ളത്. ഈ സുബ്തക്കീൻ കാണാൻ ഭംഗിയില്ലാത്ത ഒരു നീഗ്രോ വ്യക്തിയായ വിരൂപനായ വ്യക്തിയാണ്. എന്നാൽ മഹ്മൂദ് എന്ന് പറയുന്ന വ്യക്തി അതീവ സുന്ദരനാണ്. എപ്പോഴും സുന്ദരനായ ഈ വ്യക്തി പറയുമ്പോൾ പലരും സംശയിക്കാറുണ്ട്, നിങ്ങളുടെ പിതാവ് തന്നെയാണോ സുബ്തക്കീൻ എന്നുള്ളത്. ആ നിലക്ക് മനസ്സിൽ ഒരു സംശയവുമായി ഇങ്ങനെ മുന്നോട്ട് പോകും. മറ്റൊന്ന് ആലിമീങ്ങളുടെ വഅളിൽ കേൾക്കാറുണ്ട്, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തര സ്വത്താണ്, അനന്തരവന്മാരാണ് പണ്ഡിതന്മാർ എന്നുള്ള ഹദീസ് സഹീഹാണോ അല്ലേ എന്നൊരു സംശയം അയാൾക്കുണ്ട്. മറ്റൊരു സംശയം, സുബ്ഹാനല്ലാഹ്, ഈ ഭൗതിക ലോക ജീവിതം പരലോകത്ത് സന്തോഷത്തോടെ വിനിയോഗിക്കാനുള്ളതാണല്ലോ, അതുകൊണ്ട് എനിക്ക് പരലോകത്ത് സ്വർഗം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള സംശയം. ഈ സംശയം പലരോടും ചോദിക്കും. ഒരു ചോദ്യത്തിന് മറുപടി പറയും, അയാളെ മകൻ തന്നെയാണെന്ന് പറയാം. സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് ചോദിച്ചാൽ അപ്പം എന്താ നമ്മൾ പറയാം? ചെറിയൊരു കുട്ടി മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പറയാം ആ കുട്ടി സ്വർഗത്തിലാണ്, കാരണം അങ്ങനെയാണ്. ഇപ്പം നമ്മളോട് ചോദിച്ചാൽ നിങ്ങൾ സ്വർഗത്തിലാണ് നരകത്തിലാന്ന് ചോദിച്ചാൽ ഞാൻ സ്വർഗത്തിൽ തന്നെയാണ്, ഞാൻ സ്വർഗത്തിൽ സിറ്റ് ഔട്ടിലിരിക്കണ കണ്ടില്ലേന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഇല്ലല്ലോ. പിന്നെ അറിയില്ല. ആ സംശയം സാഹചര്യങ്ങൾ കൊണ്ടുപോയി, ഉറപ്പ് സാഹചര്യങ്ങൾ കൊണ്ടുപോയി. അപ്പം ഇയാൾക്ക് ഈ സംശയം, അതോട്ട് പലരോടും ചോദിക്കണം എന്നാണ്. നിസ്ഫുൽ ഇൽമി ലാ അദ്രി, ഇൽമിൻ്റെ പകുതി ഇതെനിക്കറിയില്ലല്ലോ, അറിയേണ്ടതാണല്ലോ, അതാണ് അതിൻ്റെ മേന. അല്ലാതെ അറിയില്ല എന്നുള്ള ജഹാലത്തല്ല ഇൽമിൻ്റെ പകുതി. പിന്നെ അന്വേഷിക്കേണ്ടതാണല്ലോ എന്നൊരു ചിന്ത, അതാണ് സംഭവം. അങ്ങനെ ഈ സംശയവുമായി ഇങ്ങനെ വന്നു പലരോടും ചോദിക്കണം. ഒരാൾ ഖബർ വിശാലാകും ദ്വാരക്കൂല. അപ്പോൾ എന്തേന്ന് ചോദിച്ചാൽ പറഞ്ഞു മൂടൽ നെഞ്ഞത്ത് കൊഴിഞ്ഞാടുള്ളൂ. അജാതി ചോദ്യങ്ങളും സംഭവങ്ങളൊക്കെ പല ആൾക്കാരും നടത്തല്ല, അങ്ങനെയല്ല. അപ്പോൾ ഏതായിരുന്നാലും ഇയാളിങ്ങനെ ചോദിക്കുന്നു, മറുപടി കിട്ടണില്ല. അങ്ങനെ ഒരു ദിവസം ഇയാൾ മീൻ പിടിക്കാൻ പോയി. അങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ പോയപ്പോൾ ഒരു കടലിൻ്റെ കരയിൽ ഇങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രി കുറേ ദൂരെ ഒരു ലൈറ്റ് കണ്ടു. ആ ലൈറ്റ് പെട്ടെന്ന് അണഞ്ഞുപോയി. ഉടനെ ഒരു ചെറുപ്പക്കാരൻ ഒരു കിതാബ് എടുത്ത്, ഒരു പുസ്തകം എടുത്ത് ഇങ്ങനെ വന്നു. ഇവരെ ലൈറ്റിൻ്റെ അടുത്ത് വായിച്ചിട്ട് ഇങ്ങനെ പോവുക. അപ്പോൾ മോനെ അവിടെ കയറും. ഈ ആരാന്ന് ചോദിച്ചു. ഞാൻ ഇന്ന ആളാണ്. എന്തേ വന്നു ചോദിച്ചു. ഞാനിങ്ങനെ വിഷയം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ലൈറ്റിലെ എണ്ണ തീർന്നു പോയി, വിളക്കിലെ എണ്ണ തീർന്നു പോയി. അപ്പോഴാ ദൂരെ ഒരു വിളക്ക് കണ്ടത്. ഞാൻ പഠിക്കാൻ വേണ്ടി വന്നതാണ്. ആരാ അവിടെ ഉള്ളു? എൻ്റെ ഉമ്മ മാത്രമേ ഉള്ളൂ. ബാപ്പ മരണപ്പെട്ടിട്ടുണ്ട്. എന്താ നിങ്ങളെ അവസ്ഥ അങ്ങനെ പോണു, വേറെ ഒന്നുമില്ല, വരുമാനങ്ങളൊന്നുമില്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ. വീടൊന്നുമില്ല, അത് കടപ്പുറത്ത് ഞങ്ങൾ ചെറിയ ടെൻ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ താമസിക്കാൻ. അപ്പോൾ ഉടനെ ഈ ഭരണാധികാരിയും വരൊക്കെ ആ വീട്ടിൽ പോയി ഈ ഉമ്മാനെയും മോനെയും കൂട്ടിക്കൊണ്ടുവന്ന്, ഇനി ഇവിടെ നിൽക്കണ്ട, കൊട്ടാരത്തിൽ താമസിക്കാന്നുള്ള നിലക്ക് നല്ല സൗകര്യം ഗുജറാത്തിൻ്റെ കടപ്പുറത്തുള്ള ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ചെയ്തു കൊടുക്കുക. അങ്ങനെ ചെയ്തു കൊടുത്ത അന്ന് രാത്രി ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ ഈ ഭരണാധികാരി സ്വപ്നത്തിൽ കാണാണ്. എന്താ? യാ മഹ്മൂദ് ബിൻ സുബ്തക്കീൻ അന്ത മഈ ഫിൽ ജന്ന ലിഇക്റാമി വാരിസി. 3 സംശയങ്ങളും അവിടെ തീരുകയാണ്. ഓ സുബ്തക്കീൻ്റെ പുത്രൻ മഹ്മൂദേ, ബാപ്പ തീരുമാനമായി. അന്ത മഈ ഫിൽ ജന്ന, അതേ വാസസ്ഥലവും തീരുമാനമായി.
ലിക്റാമി വാരിസി. ആ ഹദീസിൻ്റെ സ്വീകാര്യതയും തീരുമാനമായി. അഥവാ ആ ഒരു യുവാവായ ഒരു വിദ്യാർത്ഥിയെ പരിഗണിച്ചപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ സ്ഥാനമാണ് നൽകിയത് എങ്കിൽ, ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുതഅല്ലിമീങ്ങളെ സഹായിക്കുകയും അവർക്ക് വേണ്ടി സഹകരിക്കുകയും ചെയ്യുക എന്നുള്ളത് അത് ഏറ്റവും വലിയ സംഭവം തന്നെയാണ്. അതാണ് ഏറ്റവും നാം ചിന്തിക്കേണ്ട ഒരു വിഷയം. നമ്മെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സേവനങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുക, പോരാ നാടിന് വേണ്ടി ചെയ്യുക, സമൂഹത്തിന് വേണ്ടി ചെയ്യുക, സൃഷ്ടികൾക്ക് വേണ്ടി ചെയ്യുക. ഖൈറുന്നാസി മൻ അൻഫഅഹും ലിൽ ഖൽഖ്. ഈ ലോകത്തെ ഏറ്റവും നല്ലവർ സ്വന്തം മറ്റുള്ളവർക്ക് ഗുണം ചെയ്യാൻ വേണ്ടി ആരൊക്കെ രംഗത്ത് വരുന്നുണ്ടോ അവരാണെന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മളെ കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ഗുണം കിട്ടണം, ജീവികൾക്ക് ഗുണം കിട്ടണം. ആ നിലക്ക് എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒരു വ്യക്തിയാവുക എന്നതാണ്. അങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഓരോ വിഷയങ്ങളും ഓരോ കാര്യങ്ങളും പരമാവധി ഉണ്ടാവും. അങ്ങനെയാകുമ്പോൾ ഈ ലോകത്ത് ഏറ്റവും നല്ലവരായി നമ്മൾ മാറും. അള്ളാഹു ആ നിലക്കാക്കി തെരുമാറാവട്ടെ. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ മൂന്നാമതായി പറഞ്ഞത്, ലാ ലദ്ദത ഫിൽ ഐശി ഇല്ലാ ബിഹുസ്നിൽ ഖുൽഖ്. ഈ ലോകത്ത് ഏറ്റവും ജീവിതത്തിൽ ആനന്ദം, പരമാനന്ദം നിലനിൽക്കുന്നത് സംസ്കാരവും സ്വഭാവവും ജീവിതവും മറ്റുള്ളവർക്ക് ഗുണകരമാകുമ്പോഴാണ്. നമ്മുടെ ജീവിതം മറ്റുള്ള ആളുകൾക്ക് ഗുണമാവണം. ഒരാളെ കാണുമ്പോൾ തബസ്സുമുലി വജ്ഹി അഖീക സ്വദഖ, സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ സ്വദഖയാണ്. ഖാല റസൂലുള്ളാഹി. ചില ആൾക്കാർ ജ്യേഷ്ഠ എങ്ങനെ വരുന്നുണ്ടാകും, അഞ്ചെങ്ങനെ പോകുന്നുണ്ടാവും. എവിടുക്ക ഞാൻ പിടിക്ക് ഓ ഈ കഷായം കുടിച്ച് ഔൺസ് ഗ്ലാസ് താഴത്ത് വെച്ചായിരിക്കും ഒരു ജാതി ചിറിയായിരിക്കും ഉണ്ടാകുക. എന്താ ഏട്ടനോടാണ് ചിരിച്ചാൽ വരിക? നല്ല സ്വഭാവമുള്ളവരാവുക, നല്ല സംസ്കാരമുള്ളവരാവുക. പെരുമാറ്റം നന്നായാലും അതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. ഹുസ്നുൽ ഖുൽഖ് യസീദു ഫിൽ ഉംർ. നല്ല സ്വഭാവം എന്നുള്ളത് ആയുർദൈർഘ്യം ഉണ്ടാക്കുന്നതാണ്. ഒരിക്കൽ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹിനോട് ചോദിച്ചു, റബ്ബേ, ഈ ഫിർഔൻ എന്താ അത്ര ദീർഘായുസ് എന്ന് ചോദിച്ചു. ഈ ഫിർഔൻ എന്ന് പറഞ്ഞാൽ ബറാത്തിന് യാസീൻ ഓതലൊന്നുമില്ലല്ലോ, ആയുസ് കൂടാൻ. അപ്പോൾ 400 വയസ്സുണ്ട്, 400 കൊല്ലമുണ്ട്. 400 കൊല്ലം ജീവിച്ച ഈ ഫറോവക്ക് ആഹാരവും അധികാരവും കൊടുക്കാൻ എന്താണ് കാരണം എന്ന് കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് അള്ളാഹിനോട് ചോദിച്ചു. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഖദ് ഹസ്സന ഖുലുഖഹു, മൂപ്പരെ പെരുമാറ്റം നല്ല ഉഷാറാണ് കാരണം. ആൾക്കാരോട് നല്ല പെരുമാറ്റമാണ്. മൂസാ നബി അലൈഹിസ്സലാം ബഹുമാനപ്പെട്ടവർ പ്രബോധനത്തിന് വേണ്ടി വരുന്നുണ്ട് എന്ന് അറിഞ്ഞോടുകൂടെ നിങ്ങളതാ നമ്മളതാ ശരി നോക്കാൻ വേണ്ടിയുള്ള അവസരയിലും കൊടുത്തല്ലോ. ആദ്യം തന്നെ കാണുന്ന സമയത്ത് തന്നെ തല്ലല്ല ചെയ്തത്. പിന്നെ സംഭവം അങ്ങനെ. അപ്പോൾ ഫിർഔനിന് ആ ആയുസ് കിട്ടാനുള്ള കാരണം എന്താ പറഞ്ഞാൽ ആൾക്കാരോടൊക്കെ ചിരിച്ചു എന്നുള്ളതാണ്. ചില ആൾക്കാരുണ്ടല്ലോ ചിരിച്ച് കൗത്തർക്കൽ, അങ്ങനെയുണ്ട് ചില സംഭവങ്ങൾ. ഭയങ്കര സംഭവമായിരിക്കും. അങ്ങനെ പുഞ്ചിരിച്ച് അങ്ങോട്ട് മസ്കിട്ട് അങ്ങോട്ട് ഏരപ്പാക്കി കജ്ജി തരുന്ന ചില മനുഷ്യന്മാരുണ്ട്. അപ്പം അങ്ങനെയല്ല. അപ്പം ആ വകയിൽ കിട്ടിയതാണ്. അപ്പം നല്ല സ്വഭാവമുള്ളവരാവുക. ആരാവൻ നല്ല സ്വഭാവമുള്ളവർ? നല്ല സ്വഭാവമുള്ളവരാരാ? ഇമാം ഗസ്സാലി തങ്ങൾ ഇഹ്യയിൽ പറഞ്ഞു, മിൻ അലാമത്തി ഹുസ്നിൽ ഖുൽഖി 10. ഒരാൾ നല്ല സ്വഭാവമുള്ളവരാണോ അല്ലേ എന്നറിയാൻ അയാളുടെ ജീവിതത്തിൽ 10 കാര്യങ്ങളുണ്ടോ നോക്കിയാൽ. 1, ഖില്ലത്തുൽ ഖിലാഫ്, വിവാദങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇപ്പം ഈ മഹല്ല് വാക്കവിസ്താക്ക നേരത്തെ പറഞ്ഞു, ഒരു വിവാദത്തിനും പോകാതെ എല്ലാ ആളുകളും നല്ല ഐക്യത്തോടെ സാഹോദര്യത്തോടെ
സന്തോഷത്തോടെ നിൽക്കുന്ന ഈ ഒരു അവസ്ഥ അള്ളാഹു എല്ലാ കാലവും നിലനിർത്തി തരട്ടെ. ഏർപ്പാകാൻ ഒരു പണിയില്ല, നേരെ മറിച്ച് ഇങ്ങനെ ആവാനാണ് നല്ല പണി. അപ്പോൾ ഏറ്റവും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് വിവാദങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നത്. ജീവിതത്തിലും അങ്ങനെയാണ് ഉമ്മമാരെ വേണ്ടത്. പ്രശ്നം ഉണ്ടാക്കാതെ നിൽക്കുക. ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നല്ല ഖിയാറുക്കും ഖിയാറുൽ അഹ്ലി, ഏറ്റവും നല്ലവരാരാന്ന് ചോദിച്ചപ്പോൾ പെണ്ണുങ്ങളോട് ചോദിച്ചാൽ മതിയാണ്. നമ്മളാണുങ്ങളിൽ നമ്മളിപ്പോൾ ആരാ നല്ലവരെന്ന് ചോദിച്ചാൽ പെണ്ണുങ്ങളോട് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഒരാൾ ഭാര്യനോട് എൻ്റെ അടുത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ പറഞ്ഞു തരണം എന്ന നിലക്ക് ഭാര്യയോട് പറയുകയാണെങ്കിൽ ആ ഭാര്യൻ്റെ ഒരു കുറവ് നമ്മൾ പറഞ്ഞാൽ 10 കുറവ് ഒരു ഇങ്ങോട്ട് നമുക്ക് പറഞ്ഞുതരും. അപാര ഓർമ്മശക്തിയാണ് ഈ കുറവ് പറയുന്ന വിഷയത്തിൽ പെണ്ണുങ്ങൾക്കുള്ളത്. ഇവിടുത്തെ അല്ല, പൊതുവെയുള്ള സംഭവം പറയണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ലാതെ നല്ല ഐക്യത്തോടെ മാതാപിതാക്കൾ മക്കൾക്ക് മാതൃകയോട് കൂടെ ജീവിക്കുക എന്നുള്ളത് അതൊരു വലിയ സംഭവം തന്നെ. അതുകൊണ്ട് ആ വിഷയം ഉണ്ടാവുക, കാര്യങ്ങളൊക്കെ കാര്യബോധത്തോടെ കാണുക. ഖനാഅത്ത് ഏത് സ്റ്റേജിലാണോ ആ സ്റ്റേജിനെ ഇഷ്ടപ്പെടുക എന്നുള്ളത് ഒരു മുഅ്മിനായ മനുഷ്യന് വേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഖനാഅത്ത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, പ്രശ്നമൊന്നും ഉണ്ടാവാതെക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇപ്പോൾ ഭർത്താവ് ഇങ്ങനെ സിറ്റൗട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഭാര്യ ഉള്ളെന്ന് അവിടുന്ന് എന്തോ ഒരു ശബ്ദം ധം എന്ന് പറഞ്ഞ ശബ്ദം കേട്ടപ്പോൾ ഭർത്താവ് ചോദിച്ചു, എന്താ ഒരു ഒച്ചാന്ന് ചോദിച്ചു. ഭാര്യ പറഞ്ഞു മാക്സി വീണതാണ്. എന്നിട്ട് എന്താ ഇങ്ങനെ ഒച്ചാന്ന് ചോദിച്ചപ്പോൾ വീണപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാനും ഉണ്ടായിരുന്നു, നിങ്ങൾ കാര്യമാക്കണ്ടാന്ന്. അപ്പോൾ അതൊരു പ്രശ്നമാക്കണില്ല. നേരെ മറിച്ച് ഈ ഗ്രിപ്പില്ലാത്ത ടൈൽസ് അടുക്കളയിൽ ഇട്ടത് കൊണ്ടല്ലേ ഞാൻ വീഴാൻ കാരണം, എൻ്റെ സൈലൻസറിൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ട് എന്നുള്ള നിലക്ക് ചിന്തിച്ചാൽ ഭയങ്കര പ്രശ്നമാണ്. നേരെ മറിച്ച് ഏത് കാര്യങ്ങളെയും സിമിലിസം എന്ന് പറയും. ഖനാഅത്ത് ഏത് സ്റ്റേജിലാണോ അത്, നഷ്ടപ്പെട്ടതിനെക്കുറിച്ചോർത്ത് ചിന്തിക്കരുത്, അതിലും വലുത് കിട്ടാനുണ്ടെന്ന് പ്രത്യാശിക്കുക എന്നാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതുകൊണ്ട് ഖില്ലത്തുൽ ഖിലാഫ് അതൊരു മഹല്ലിലാണെങ്കിലും നമ്മൾ വള്ളിയിലേക്ക് ഇങ്ങനെ കയറിപ്പോകുന്ന സമയത്ത് അവിടെ ചിലപ്പോൾ എന്താണ് ഇങ്ങനെ പല കാഴ്ചകളും ഇങ്ങനെ കാണും. എന്നല്ലെങ്കിൽ ചിലപ്പോൾ പള്ളിയിൽ ഇങ്ങനെ നിലത്ത് ഒരു കടലാസ് ഇങ്ങനെ വീണ് നടക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മുക്രിയാര ഇവിടുത്തെ മുഅദ്ദിനീങ്ങളൊക്കെ എന്താ വംശനാശ ഭീഷണിയില, എന്താണ് ഈ കിടക്കണത് എന്ന് ചിന്തിക്കല്ല വേണ്ടത്. അവനാൻ എടുത്തിടുക എന്നുള്ളത് ഓരോ ആൾക്കാരും ഉത്തരവാദിത്തമാണ്. അല്ലാതെ ഒരു ചത്ത എലി മിഹ്റാബ് കിടക്കുന്നുണ്ടെങ്കിൽ അതിന് മുക്രി വരട്ടെ എന്നല്ല ചിന്തിക്കേണ്ടത്. സംഭവം എന്താ പറഞ്ഞാൽ ഓരോ ആളുകൾക്കും അതിൻ്റേതായ സംഭവങ്ങൾ. അങ്ങനെ നമ്മൾ ഓരോ ആളുകളും സ്വയം കെയർ ചെയ്യുകയും സൂക്ഷ്മത പുലർത്തുകയും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. തർക്കുൽ മുറാ, തർക്കങ്ങൾ ഒഴിവാക്കലാണ്. ഇൽത്തിമാസുൽ മഅദിറ, അതുപോലെ എന്തെങ്കിലും ആരുടെയെങ്കിലും കണ്ടാൽ അതിന് മഹമല് കണ്ടെത്തി പരിഗണിക്കലാണ്. ക്ഷണിച്ചാൽ ഒരു പക്ഷേ മറന്നതിൻ്റെ പേരിൽ വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒരിക്കലും പരാതി പറയാതിരിക്കലാണ്. ആ നിലക്കൊരു പരാതിയില്ലാത്ത ജീവിതം, എന്തെങ്കിലും ഒരു നെഗറ്റീവ് കണ്ടാൽ ഉത്തരവാദിത്തപ്പെട്ടവരോട് ആരോഗ്യകരമായി ഉണർത്തുന്ന ഒരു ശൈലി, ഇതൊക്കെയാണ് ജീവിതത്തിൽ വേണ്ടത്. ആ നിലക്ക് ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, അറിവിൻ്റെ മേഖലകളിൽ ജീവിക്കുന്ന സമയത്ത്, ഇൽമിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ പല നിലക്കുമുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയരാവേണ്ടി വരും. കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള ആലിമീങ്ങൾ അങ്ങനെയാണ്. മിഹനുസ്സമാനി കസീറത്തുൻ ലാ തൻഖളി വസുറൂറുഹു യഅതീക കൽഅയാദി. പരീക്ഷണങ്ങൾ ഒന്നിനു പിറകെ വന്നവരാണ്.
കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള മഹാരഥന്മാർ 4 മദ്ഹബിൻ്റെ ഇമാമുകളും പരീക്ഷിക്കപ്പെട്ടവരാണ്. ബഹുമാനപ്പെട്ട ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവിടുന്ന് ജയിലിൽ കടന്നുകൊണ്ട് വഫാത്തായവരാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ദിവസവും 20 ചാട്ടയടി വാങ്ങിയവരാണ്. ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു 18 ദിവസം മുമ്പ്, വഫാത്തിൻ്റെ 18 ദിവസം മുമ്പ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഒരാളുടെ തലക്കടിയേറ്റുകൊണ്ട് ആ കാരണം വഫാത്തായവരാണ്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പീഡിക്കപ്പെട്ടവരാണ്. എന്നാൽ അങ്ങനെയുള്ളൊരു വിഷയങ്ങൾ ഇന്നില്ല, പ്രയാസങ്ങൾ ഇന്നില്ല, ബുദ്ധിമുട്ടുകൾ ഇന്നില്ല. ഇന്ന് എല്ലാ നിലക്കും നമുക്ക് സൗകര്യങ്ങളുണ്ട്, എല്ലാ നിലക്കും എല്ലാ മേഖലയിലും അനുകൂലമാണ്. നിങ്ങൾ നോക്ക്, ഖുർആൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത പ്രമാണമായ സഹീഹുൽ ബുഖാരി, ആ സഹീഹുൽ ബുഖാരി രചിച്ച ബഹുമാനപ്പെട്ട ഇമാമുനാ ബുഖാരി 7563 ഹദീസുകൾ 15126 റക്അത്തിലൂടെ 30232 സുജൂദ് കൊണ്ട് ഈ ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച വലിയ കിതാബ് സഹീഹുൽ ബുഖാരി. ആ ബുഖാരി ഇമാമ് വലിയ മഹാനാണ്. അവിടുന്ന് ഖബറടക്കപ്പെട്ടതിൻ്റെ ശേഷം കസ്തൂരി ദിവസങ്ങളോളം അടിച്ചു വീശിയിരുന്നു എന്ന് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ 60 ചില്ലാനം വയസ്സ് ജീവിച്ചവരാണ്. ഹിജ്റ 194 ജീവിച്ച് 256 വഫാത്തായവരാണ്. അങ്ങനെ 62 63 വയസ്സ് മാത്രം ജീവിച്ച ഇമാം ബുഖാരി തങ്ങൾ സഹീഹുൽ ബുഖാരി രചിക്കുന്നത് മദീന മുനവ്വറയിലാണ്. ആ മദീന മുനവ്വറയിൽ 16 കൊല്ലം നാട്ടിലേക്ക് വരാതെ കഴിഞ്ഞവരാണ്. എന്തേ കാരണം? ഒരു കാലത്ത് നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ, ഏറ്റവും വലിയ ഭൂസ്വത്തിൻ്റെ ഉടമയായിരുന്നു. വലിയ മുന്തിരിത്തോട്ടം ഇമാം ബുഖാരി തങ്ങൾക്കുണ്ടായിരുന്നു. വലിയ സമ്പാദ്യമുള്ള ഇമാം ബുഖാരിയുടെ എല്ലാ സമ്പാദ്യങ്ങളും അവിടുന്ന് പിടിച്ചടക്കി. ബഹുമാനപ്പെട്ടവർക്ക് കയറിക്കിടക്കാൻ ഒരു കിടപ്പാടം പോലും ഇല്ലാത്ത രൂപത്തിൽ എല്ലാം ഇമാം ബുഖാരി തങ്ങളുടേത് പിടിച്ചടക്കി. പ്രിയപ്പെട്ടവരെ, നാട്ടിലേക്ക് പോകാൻ വീടില്ല, നാടില്ല. ബഹുമാനപ്പെട്ടവർ ഈ ഉസ്ബെക്കിസ്ഥാൻകാരനാണ്, ബുഖാരിക്കാരനാണ്. അങ്ങനെ മദീനയിൽ 16 കൊല്ലം കൊണ്ടാണ് സന്നഫ്തു സഹീഹ ഫീ ലയാലിൽ മുഖ്മിറ, നിലാവെളിച്ചത്തിലാണ് സഹീഹുൽ ബുഖാരി ഉണ്ടാക്കുന്നത്. കാരണം വിളക്കിലാകുമ്പോൾ ആ എണ്ണയിൽ വല്ല ശുബഹയും കലർന്നാൽ അത് വിഷയല്ലേ എന്നുള്ള നിലക്ക്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ 16 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇനി നാട്ടിലേക്കൊന്ന് പോയി നോക്കാമെന്നുള്ള നിലക്ക് മദീനത്ത് നിന്ന് ഉസ്ബെക്കിസ്ഥാനിലേക്ക് നടക്കുകയാണ്. മദീനയിൽ നിന്ന് ഉസ്ബെക്കിസ്ഥാനിലേക്ക് നടക്കണമെങ്കിൽ അഫ്ഗാനിസ്ഥാനിലൂടെ, കിർഗിസ്ഥാനിലൂടെ, തജാക്കിസ്ഥാനിലൂടെ, ഇറാനിൻ്റെ ഭാഗത്തിലൂടെ, ഇറാഖിലൂടെ വന്ന് വേണം ഉസ്ബെക്കിസ്ഥാനിലേക്ക് എത്താൻ. സോവിയറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമായിരുന്നു ഉസ്ബെക്ക്. ആ ഉസ്ബെക്കിസ്ഥാനിലേക്ക് ബഹുമാനപ്പെട്ടവർ നടന്നു, മാസങ്ങളോളം നടന്നു. ഒരു പിടി ഉപ്പും ഒരൽപ്പം വെള്ളവുമാണ് അവിടെ നിന്ന് കഴിയുന്നത്. അവസാനം നാട്ടിലേക്കെത്തി. 28 കൊല്ലം ഇമാം ബുഖാരി തങ്ങളുടെ അടുക്കൽ കിതാബ് ഓതിയ ശിഷ്യൻ്റെ അടുക്കിലേക്ക് പോയി. വേറെ വീടില്ല. ശിഷ്യന് വളരെ സന്തോഷമായി. നല്ല ഈത്തപ്പനം അതുപോലെ ഒരല്പം വെള്ളവും വെച്ചു കൊടുത്ത് അങ്ങാടിയിൽ പോയി റൊട്ടി ഉണ്ടാക്കാനും അതുപോലെ മാംസം വാങ്ങാനും നടക്കുന്ന സമയത്ത് ആളുകൾ പറഞ്ഞു, നിങ്ങളുടെ ഗുരുവര്യരായ ബുഖാരി അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. ആളെ പുറത്താക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളെയും നിങ്ങളുടെ വീടിനെയും നിങ്ങളുടെ കുട്ടികളെയും നിങ്ങളുടെ ഭാര്യയെയും നിങ്ങളുടെ ഉസ്താദിനെയും ഞങ്ങൾ ചുട്ടുകളയും എന്ന ഭീഷണി പുറക്കി. ഇമാം ബുഖാരി തങ്ങൾ കുളിച്ച് ഫ്രഷായി ആ വെള്ളം ഈത്തപ്പഴമൊക്കെ വെച്ച് ദിവസങ്ങളോളായി ഭക്ഷണം കഴിച്ചിട്ട് ബഹുമാനപ്പെട്ടവരവിടെ കിടക്കുക. നല്ല ഉഷാറായി ഉറങ്ങി. രാത്രി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ബുഖാരി ഇമാമിനെ ഭക്ഷണം മുമ്പിൽ വെച്ചു കൊടുത്തു. ബുഖാരി ഇമാം ഉണർന്ന് കയ്യൊക്കെ കഴുകി ഭക്ഷണത്തിൻ്റെ മുമ്പിൽ എത്തപ്പോൾ ശിഷ്യൻ കരയാ. എന്തേന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് ഇവിടുന്ന് ഇറങ്ങിത്തരണം, കാരണം ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരൊട്ടകത്തെ
മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ പുറത്ത് കയറിപ്പോകണം എന്ന് പറഞ്ഞപ്പോൾ ബുഖാരിമാവിനെ ഭക്ഷണം കഴിക്കാൻ നിന്നില്ല. വല്ലാത്തൊരു വിഷമം. അവിടുന്ന് തക്കമ്മസ കന്തൂറയിട്ട് തഅമ്മമ തലപ്പാവ് ധരിച്ച് അവിടുന്ന് ഒല്ലിയും ഇട്ട് പതുക്കെ ഈ വാഹനപ്പുറത്ത് ഇങ്ങനെ കയറാൻ വേണ്ടി പോയപ്പോൾ കാലുറക്കുന്നില്ല, 2 കാലും കുഴഞ്ഞിട്ടുണ്ട്. ഒട്ടകപ്പുറത്ത് കയറാൻ കഴിയണില്ല ബുഖാരി ഇമാമിന്. അവിടുന്ന് ഇരുന്നിട്ട് റബ്ബിനോട് ഇതായിരുന്നു, റബ്ബേ ലയ്യക്കത്ത് അലയ്യല്ലാ ബിമാ റഹബത്ത്, ഭൂമി വിശാലാണ്, പക്ഷെ എനിക്ക് ഗുഡുസായിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് പോരുകയാണ്. അതുകൊണ്ട് എൻ്റെ ഈ ഭൗതിക ലോകത്തെ ജീവിതത്തിൻ്റെ ഒരു പരിസമാപ്തി എന്നവിടുന്ന് കയ്യുയർച്ച് ഇത് വരയ്ക്കുക. എന്നിട്ടൊന്നിങ്ങനെ ചിരിച്ചു. ശിഷ്യൻ ചോദിച്ചു, എന്തേ ഉസ്താദ് ചിരിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മോനെ മഗ്തബത്തു അഹദുൻ മുൻദു അലിംതു അന്നൽ ഗൈബത ഹറാം. ഞാൻ എൻ്റെ വാപ്പാൻ്റെ കൈ പിടിച്ച് 4-ാമത്തെ വയസ്സിലൊരു വയല് കേട്ടു. ആ വയലിൽ മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാത്തത് അയാളെപ്പറ്റി പറയരുത്, ഗീബത്ത് പറയരുത്, അത് ഹറാമാണ് എന്ന് എൻ്റെ 4-ാമത്തെ വയസ്സിൽ കേട്ട അന്ന് മുതൽ ഈ 62 വയസ്സ് വരെ ഒരൊറ്റ ആളെ ഗീബത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആഖിറത്തിൽ അമലൊന്നുമില്ലെങ്കിലും ആ ഒരു തിന്മയ്ക്കെതിരെയുള്ള പ്രതിരോധം എൻ്റെ ഒരു സെൽഫ് പ്രൊട്ടക്ഷന് മുതൽക്കൂട്ടാണ് എന്നാലോചിച്ചുകൊണ്ട് ചിരിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് വഫാത്താവുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി വഫാത്തായി. കണ്ടോ നിങ്ങൾ? ഖുർആൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത പ്രമാണമായ സഹീഹുൽ ബുഖാരി രചിച്ച ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന് പോലും പരീക്ഷണങ്ങൾ, അങ്ങനെ കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള ആളുകൾ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടവരാണ്. എന്നാലും ലിസ്മിൻ വഫിഇലിൻ നഹുലൻ ആഹാബാ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഒരു പേടിയില്ല, ഭാവിയെക്കുറിച്ചുള്ള ആകുലതയില്ല, ഭൂതകാലത്തെക്കുറിച്ചുള്ള നെടുവീർപ്പില്ല. എങ്ങനെയാവണം ജീവിതത്തിൽ റബ്ബിൻ്റെ അടുക്കൽ റിഫഅത്തുള്ള പ്രവർത്തനം നിർവഹിക്കാൻ സന്നദ്ധരാവണം. അതോടുകൂടെ വന്നസുബ, സമൂഹത്തിൻ്റെ ഇടയിൽ ഉപകരിക്കുന്ന പ്രവർത്തനത്തിനും മാതൃകയാകണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ദുആ, അല്ലാഹുമ്മ ജഅൽനി സബൂറാ, അല്ലാഹുമ്മ ജഅൽനി ശകൂറാ, അല്ലാഹുമ്മ ജഅൽനി ഫീ അഅ്യുനിൻ നാസി കബീറാ, അല്ലാഹുമ്മ ജഅൽനി ഫീ ഐനി സഗീറാ. അല്ലാഹുവേ നന്ദിയുള്ള ഒരു അടിമയാക്കണം എന്നാണ്, അല്ലാഹുവേ സബറുള്ള ഒരു വ്യക്തിയാക്കണം എന്നാണ്, അല്ലാഹുവേ ജനങ്ങളുടെ മനസ്സിൽ എനിക്ക് മതിപ്പ് വേണമെന്നാണ്. എന്നാലേ നമ്മുടെ ദഅവ അംഗീകരിക്കപ്പെടുകയുള്ളൂ. നമുക്ക് സംബോധിത സമൂഹത്തിലേക്കൊരു എൻട്രി വേണമെങ്കിൽ നമ്മളെക്കുറിച്ചുള്ളൊരു മതിപ്പ് അവരുടെ ഖൽബിൽ വേണം. അതുകൊണ്ടാണ് വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, വിധിവിലക്കുകളെ മാനിക്കുന്നവർക്ക് എന്നിൽ മാതൃകയാവണം എന്ന് ദുആയിരക്കാൻ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവില്ലാത്ത രൂപത്തിൽ നമ്മൾ മാതൃകയുള്ളവരായി ജീവിക്കണം. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇബാദത്തിൻ്റെ വിഷയത്തിൽ കണിശതയുള്ളവരാവണം, അനുഷ്ഠാന രംഗത്ത് ശുഷ്കാന്തിയുള്ളവരാവണം, ആദർശ രംഗത്ത് ബോധത്തോട് കൂടെയുള്ളവരാവണം. ആ നിലക്ക് ജീവിക്കുമ്പോഴാണ് വിജയം കൈവരിക്കാൻ കഴിയുന്നത്. ഇങ്ങനെ ജീവിക്കുമ്പോൾ വഖുഫിഫത് ഇന്നാ വഖല്ലൽ അമലു വതൽസമുൽ ലാമു ഇദാ മാ തുഹ്മലു. ജീവിതത്തിൽ നിഷ്ഠ നഷ്ടപ്പെട്ടാൽ അത് ആഹാരനിഷ്ഠമാവട്ടെ, ആവാസനിഷ്ഠയാവട്ടെ, ആത്മീയം നിഷ്ഠയാവട്ടെ, സമയനിഷ്ഠയാവട്ടെ, കൃത്യനിഷ്ഠയാവട്ടെ, ജീവിതത്തിൽ നിഷ്ഠ നഷ്ടപ്പെട്ടാൽ ഖല്ലൽ അമലു, ആത്മാവിനെ സ്വർഗത്തിലേക്ക് നയിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ അത് നിർവഹിക്കുന്നതിൽ
താഴോട്ട് വരുന്നതാണ്. അങ്ങനെയാകുമ്പോൾ ജീവിതത്തിൽ അത് നെഗറ്റീവിന് കാരണമാകുന്നതാണ്, ലാവരും എന്നതാണ്. അതുകൊണ്ട് തന്നെ സഹോദര സഹോദരിമാരെ, നമുക്ക് ജീവിതത്തിൽ വേണ്ടത് ചിട്ടയാണ്. അതിന് നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. അതോടെ നൂനം തെളിൽ ഇറാബ ഔ തൻവീന മിമ്മ തുളീഫു ഹദിഫ് കതുരീസിന. അള്ളാഹുവിൻ്റെ റസൂലിനിറങ്ങിയ വിശുദ്ധ ഖുർആനിൽ 2-ലധികം പ്രാവശ്യം പരാമർശിക്കപ്പെട്ട തൂരിസീനയില്ലയോ? എന്തേ അത് ഹൈലൈറ്റ് ചെയ്യപ്പെടാൻ കാരണം? അത് മക്കയിലല്ല, മദീനയിലല്ല. എന്നാലും അവിടുന്ന് ഹൈലൈറ്റ് ചെയ്യപ്പെടാൻ കാരണം എന്താ? അതിന് പ്രത്യേക ചരിത്രമുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ഏറ്റവും വേണ്ടത് എന്താണ്? നൂനം തലിൽ ഇറാബ, നമ്മുടെ ഫീൽഡ്, നമ്മുടെ പ്രവർത്തനം. ആ പ്രവർത്തനത്തിൽ ഹസദ് വരരുത്, ആ പ്രവർത്തനത്തിൽ കിബർ വരരുത്, ആ പ്രവർത്തനത്തിൽ റിയാ വരരുത്. എന്നാൽ നമുക്ക് റബ്ബിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമാണ്, സമൂഹത്തിൻ്റെ അടുക്കലും വലിയ സ്ഥാനമാണ്. ആ നിലക്ക് ജീവിതം നയിക്കുന്നവരാവണോ? അങ്ങനെ ജീവിതം നയിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് പരലോകത്ത് സന്തോഷിക്കാൻ കഴിയൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് ആ നിലക്കുള്ള പ്രവർത്തനമാണ്. അതോടുകൂടെ വൈർഷാദു ഉസ്താദി വതുലു സമാനി, ഗുരുവര്യന്മാരോടുള്ള ബഹുമാനമാണ്, നാട്ടിലെ മുതിർന്നവരോടുള്ള ആദരവാണ്, കാരണവന്മാരോടുള്ള ബഹുമാനമാണ്. ആ ബഹുമാനം വല്ലാത്തതൊന്നാണ്. കാരണം എന്തേ? വഹുവ ബിസബ്ഖിൻ ഹൈസുൻ തഫ്ളീല മുസ്തൗജിബുൻ സനാഇയൽ ജമീല. അതേ പൂർവികരായ സീനിയോരിറ്റിയുള്ള ആളുകൾ, അവരുടെ ആ സീനിയോരിറ്റി തന്നെ വലിയ മഹത്വമുള്ളതാണ്. അത് പരിഗണിച്ചുകൊണ്ട് ആദരവോടുകൂടെ ജീവിക്കുകയാണെങ്കിൽ, ബഹുമാനത്തോടു കൂടെ ജീവിക്കുകയാണെങ്കിൽ, വകുല്ലു ഹർഫിൻ മുസ്തഹിഖ് للبناء والأصل في المبني أيو سكنا. എൽമിൻ്റെ ഓരോ അക്ഷരങ്ങളും നമുക്കുള്ള വലിയൊരു വീടുണ്ടല്ലോ, സ്വർഗലോകമെന്ന വീട്. ആ വീടിലാണ് നമ്മൾ അവകാശപ്പെടുത്തുന്നത്. ആ വീട്ടിൽ എത്തപ്പെട്ട് കഴിഞ്ഞാൽ വല്ലസിലു ഫിൽ മബിനി അയ്യോ സക്കന, അത് ദാറുസ്സലാമാ, അത് വിജയത്തിൻ്റെ മേഖലയാണ്. ആ വിജയത്തിൻ്റെ മേഖലയിലെത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് അറിവിൻ്റെ മേഖലകളിൽ സജീവമാവുകയും ഇൽമ് കൃത്യമായി പഠിക്കുകയും പഠിപ്പിക്കുകയും അന്വേഷിച്ചു കൊണ്ടേ ഇരിക്കുകയും ആ പഠിപ്പിക്കുന്നവരെ എല്ലാ വിധത്തിലുള്ള ഹെൽപ്പിന് വേണ്ടി മുന്നോട്ട് വരികയും ഇൽമിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് ഈ ലോകത്തും സ്വരലോകത്തും വിജയത്തിൻ്റെ ഉത്തുംഗതയിലെ ഉഡ്ഡയനത്തിലേക്ക് ഉയർത്തപ്പെടാൻ അനിവാര്യമായ അഭിവാജ്യ ഘടകങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്ത് നമുക്ക് എല്ലാ മേഖലയിലും വിജയിക്കാൻ രാജാതിരാജനായ അല്ലാഹ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം അല്ലാഹ് എന്ന് മാത്രം ഈ സമയത്തുണർത്തി, അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഒരുപാട് ഉസ്താദുമാർ, എല്ലാ ഉസ്താദുമാരും നമുക്ക് വേണ്ടി ദുആയിരുന്നു, നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുആയിരുന്ന എല്ലാ ദുആകളും അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളുടെ അവരുടെ ഗുരുവര്യരായ വാഖവി ഉസ്താദ് അടക്കമുള്ള വേറെയും ഒരുപാട് ഉസ്താദുമാരുണ്ട്. എല്ലാവരുടെ എല്ലാ ഇൽമിൻ്റെ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും വിജയവും അല്ലാഹു വശാരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ദർസ് വാർഷിക സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി നമ്മുടെ സദസ്സിനെ അനുഗ്രഹിച്ച ഉസ്താദ് അബ്ദുർ റഷീദ് സഖാഫി ഏലംകുളം എല്ലാ സന്തോഷങ്ങളും അറിയിക്കുന്നു.
ഇൻഷാ അള്ളാഹ് നമ്മുടെ സദസ്സ്, നമ്മുടെ വേദി ഒരനുഗ്രഹീത മുഹൂർത്തത്തിന് സാക്ഷിയാകുന്നു. നീണ്ട 10 വർഷക്കാലം ഈ നാട്ടുകാർ ദറസിനോട് ചേർന്ന് നിന്നപ്പോൾ അതിൽ നിന്നുണ്ടായ പ്രൊഡക്റ്റുകൾ വെസ്റ്റ് കൊടുമുണ്ട പാപ്പായി ബിലാൽ ജുമാ മസ്ജിദിൽ നിന്നും ദറസ് പഠനം പൂർത്തിയാക്കി ഇറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് സ്നേഹോപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടി വന്യരായ ശൈഖുന അബ്ദുർ റഷീദ് ബാഖവി ഉസ്താദിനെയും മറ്റു ഉസ്താദുമാരെയും വിദ്യാർത്ഥികളെയും സ്വീകരിക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികളെയും ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. 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 ഇൻഷാ അല്ലാഹ് ആരും പോകരുത്. ഒരുപാട് ആളുകൾക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് ഈ മഹല്ലത്ത് നിന്ന് മരണപ്പെട്ടു പോയവരെ, അതുപോലെ ചെമ്പലങ്ങാട് ഉസ്താദ്, പ്രിയപ്പെട്ട പിതാവ് തുടങ്ങിയ എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മുടെ സഅദി ഉസ്താദ്, റസാഖ് സഅദി ഉസ്താദ് ദുആ ചെയ്യും. അതുപോലെ നമ്മുടെ പള്ളിയിലെ മുൻ ഖത്തീബായിരുന്ന കുഞ്ഞുവാപ്പു മുസ്ലിയാർ അല്ലാഹു ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ഇങ്ങനെ തുടങ്ങി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഗൾഫ് നാടുകളിലൊക്കെ നമ്മുടെ സഹോദരങ്ങൾ വളരെ പ്രയാസത്തിലാണ്. ആ പ്രയാസങ്ങളൊക്കെ നീങ്ങാനും, അതുപോലെ ഒരുപാട് രോഗികൾ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുമുണ്ട്. അവരുടെ രോഗങ്ങൾക്കൊക്കെ ശിഫായിനും വേണ്ടി ഇലാ ഹദ്റത്തിൻ നബി സയ്യിദിന വശഫീന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹദ്റാത്തി അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ. സദസ്സ് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഒരുമിച്ച് കൂടിയ
പറയുമ്പോൾ സ്വീകരിക്കുക എന്നത് അഥവാണല്ലോ എന്ന് കരുതി മാത്രമാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ സജ്ജനങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما ثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. أوصل اللهم ثواب قراءتنا وبركة دعائنا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات سائر أنبيائك وأوليائك وأهل الخير كلهم أجمعين. اللهم خاصة إلى حضرات من ماتوا منا من آبائنا وأمهاتنا وأساتذتنا وأزواجنا وأولادنا وأحبابنا وإلى حضرات جميع المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. أرحم الرحمن يا راج سيدا يا തമ്പുരാനെ, നിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ സ്നേഹിച്ചുകൊണ്ട് ഈ രാത്രി സമയത്ത് ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയത് നിങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ റഹ്മാനെ. അതിൻ്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നിന്റെ മഹദ് ഫദ്ല് കൊണ്ട് മാപ്പ് നൽകണേ റഹ്മാനെ. നിന്റെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. വർഷങ്ങളോളമായി ഞങ്ങളുടെ മഹല്ലിൽ നിന്റെ ദീനീ ഉലൂമിന്റെ പ്രചരണത്തിന് വേണ്ടി നടത്തുന്ന ദർസീ രംഗത്തെയും അതിൻ്റെ സംരംഭങ്ങളെയും അകമഴിഞ്ഞു സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാ ആളുകളെയും നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഈ നാട്ടിലും മറ്റു നാടുകളിലുമുള്ള എല്ലാ ദീനീ സംരംഭങ്ങളെയും ദർസുകളെയും കോളേജുകളെയും സഹായിക്കുന്ന അതിനോട് സഹകരിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും നീ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ, അതുകൊണ്ട് ഞങ്ങൾക്ക് നീ സ്വർഗം മുജൂബാക്കണേ റഹ്മാനെ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ റൗദയിൽ കിടന്ന് സന്തോഷിക്കുന്ന അമലുകളിൽ സാധുക്കളായ ഞങ്ങളുടെ ഈ എളിയ പ്രവർത്തനങ്ങളെ ഒന്ന് ചേർക്കണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ ഇത്തരം സംരംഭങ്ങളെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന ധാരാളം ആളുകൾ ഇന്ന് 6 അടി മണ്ണിനടിയിലാണ് അല്ലാഹ്. അവരുടെ പാപങ്ങളൊക്കെ പുറത്ത് ഹസനാത്തുകളൊക്കെ കബൂലാക്കി വലിയ ദറജ നീ നൽകണേ അല്ലാഹ്. പടച്ചവനെ, സാധുക്കളായ നിങ്ങൾക്ക് മരണം വരെ നിന്റെ ഇൽമുമായി ആലിമീങ്ങളുമായി ബന്ധമുള്ള ജീവിതം നൽകണേ റഹ്മാനെ. അവരെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ, മരണപ്പെട്ടവരുടെ പാപങ്ങളൊക്കെ പൊറുക്കണേ അല്ലാഹ്. അവരുടെ ബർസഖിയായ ജീവിതം സന്തോഷത്തിലാക്കണേ റഹ്മാനെ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത, ദുആ കൊണ്ട് കടപ്പെട്ട എല്ലാവർക്കും നീ വലിയ മഹത്വം നൽകണേ അല്ലാഹ്. പടച്ചവനെ, സാധുക്കളായ ഞങ്ങളുടെ ഖൽബ് നന്നാക്കണേ അല്ലാഹ്. ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. പടച്ചവനെ, അവസാനം ഹുസ്നുൽ ഖാത്തിമ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. സൂഉൽ ഖാത്തിമയിൽ നിന്ന് സലാമത്തു തരണേ റഹ്മാനെ. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ അഫ്വ ചെയ്യണേ അല്ലാഹ്. ശിഷ്ടകാല ജീവിതം നിന്റെ പൊരുത്തത്തിലാക്കണേ റഹ്മാനെ. പടച്ചവനെ, മരണപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അഫ്വ ചെയ്യണേ അല്ലാഹ്. പടച്ചവനെ,
ആദരിച്ചതിൻ്റെ പേരിൽ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതിൻ്റെ പേരിൽ നിങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ആലിമീങ്ങളാക്കണേ അല്ലാ. ഉഖറവിയായ ആലിമീങ്ങളിലും മുതഅല്ലിമീങ്ങളിലും ഉൾപ്പെടുത്തണേ റഹ്മാനെ. ജീവിത വിജയം നൽകണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും നീ തുണയാകണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ മക്കൾ മുതഅല്ലിമീങ്ങളുണ്ട് റബ്ബേ, നല്ല ഫഹ്മ് നൽകണേ അല്ലാ, അഖ്ല് നൽകണേ അല്ലാ. പടച്ചവനെ, അദബ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ നീ ഉഖറബിയായ ആലിമീങ്ങളിലും മുതഅല്ലിമീങ്ങളിലും ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഈ ദർസിനെ സ്നേഹിക്കുന്ന ധാരാളം ഉമ്മമാരുണ്ട് റഹ്മാനെ. പടച്ചവനെ, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം തൊട്ട് നിന്റെ ദീനിന്റെ സംരക്ഷകരായി നിൽക്കുന്നതിൽ ഒന്നാം സ്ഥാനം ലഭിക്കുന്നത് ഞങ്ങളുടെ ഉമ്മമാർക്കാണ് റഹ്മാനെ. മക്കള് പട്ടിണി കിടന്നാലും മുതഅല്ലിമീങ്ങൾക്ക് വയറു നിറ ഭക്ഷണം നൽകുന്ന ഞങ്ങളുടെ ഉമ്മമാരെ നീ സ്വീകരിക്കണേ അല്ലാ. അവരെ നീ കബൂലാക്കണേ അല്ലാ. അവരുടെ പ്രയാസങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ റഹ്മാനെ. രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാ. പടച്ചവനെ, മാരകമായ രോഗങ്ങളെ കൊണ്ട് ഞങ്ങളെ ആരെയും പരീക്ഷിക്കല്ല റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ കാവൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ റഹ്മാനെ. പടച്ചവനെ, വിദേശത്തുള്ള യുദ്ധം എത്രയും പെട്ടെന്ന് നിർത്തി ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ നാടുകളിലുള്ള എല്ലാ ദീനീ സ്ഥാപനങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങളും റബ്ബേ, ഞങ്ങളുടെ പ്രവാസികളുടെ സാന്നിധ്യമാണ് പ്രധാനമായുള്ളത് റഹ്മാനെ. അവർക്ക് നീ സലാമത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ഉമ്മമാര്, ഭാര്യമാര് ഞങ്ങൾക്ക് വേണ്ടി വല്ലാതെ കഷ്ടപ്പെടുന്നവരാണ് റഹ്മാനെ. പടച്ചവനെ, ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ഞങ്ങളെ മക്കളെ പോറ്റുന്നവരാണ്, വീട് നിയന്ത്രിക്കുന്നവരാണ് റബ്ബേ. അവരുടെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. അവരെ നീ തളർത്തിക്കളയല്ല അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രയാസപ്പെട്ടവരാണ് റബ്ബേ. പട്ടിണി കിടന്നവരാണ് റഹ്മാനെ. ഉറക്കമൊഴിച്ചവരാണ് റബ്ബേ. ഞങ്ങൾ അനുഭവിക്കുന്ന പല സുഖങ്ങളും സൗകര്യങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ലഭിച്ചിട്ടില്ല റബ്ബേ. ഞങ്ങളുടെ എല്ലാ ഹസനാത്തിൻ്റെയും മിഥില് സവാബ് അവരുടെ ഖബറിലേക്ക് നീ നൽകണേ അല്ലാ. ഖബറിലേക്ക് നീ നൽകണേ അല്ലാ. അവർക്ക് സന്തോഷം നൽകണേ അല്ലാ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഖൈറിന്റെ കവാടങ്ങളും ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാ. പടച്ചവനെ, ഈ സംരംഭം, ഈ മഹാസംഗമം ഇത്ര ഭംഗിയിലും വൃത്തിയിലുമാകാൻ അധ്വാനിച്ച ധാരാളം ആളുകളുണ്ട്. അതിന് നേതൃത്വം നൽകിയവരുണ്ട്, കൂടെ നിന്നവരുണ്ട്, സഹായിച്ചവരുണ്ട്, ഓടി നടന്നവരുണ്ട് റബ്ബേ. ആരെയും നീ വെറുതെയാക്കരുത് അല്ലാ. അവരാരാണെന്ന് ഞങ്ങളെക്കാൾ കൃത്യമായി അറിയുന്ന യജമാനനായ റബ്ബേ, നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഏതു പ്രതിസന്ധിയിലും റഹ്മാനായ റബ്ബേ, നിന്നിലുള്ള ഈമാനിൽ അടിയുറച്ചുള്ള ജീവിതവും മരണവും ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا اغفر لنا وارحمنا ولوالدينا. ربنا ارحمهم كما ربونا صغارا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, നമ്മൾ ഉദ്ദേശിച്ചതിലുപരി നമ്മുടെ പരിപാടി വിജയിച്ചു. അൽഹംദുലില്ലാ. ഇതിനായി നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചെത്തിയ സയ്യിദ് മുഈൻ അലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ ഉസ്താദ് അബ്ദുൾ റഷീദ് വാക്കവി പാലത്തറ ഗേറ്റ്, ഉസ്താദ് ബഷീർ ഫൈലി ചെമ്പുലങ്ങാട്, അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഒരുപാട് പണ്ഡിതന്മാർ, നല്ലവരായ മുഅ്മിനീങ്ങൾ, എല്ലാവർക്കും അള്ളാഹു ഖൈറിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ, തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആ നന്ദിയായി അർപ്പിച്ചുകൊണ്ട് 3 സ്വലാത്തോടു കൂടെ ഈ സദസ്സിനെ പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.